അരി എത്രയെന്ന് ചോദിച്ചാൽ പയറ് അഞ്ഞാഴി എന്ന് പറയുന്ന ഒരു ശൈലി മലയാളത്തിൽ പണ്ടുമുതലേ ഉണ്ട്. അതിൻ്റെ പ്രായോഗികതയ്ക്ക് ഇപ്പോഴും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഞാനിത് പറയാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അമ്മ എന്ന താരസംഘടനയിൽ കൂട്ടരാജിയും കൂട്ടപ്പൊരിച്ചിലും കൂട്ട നിലവിളിയും ഉയർന്ന സാഹചര്യത്തിലാണ്. നടി അൻസിബ കരുത്തുറ്റ കുറച്ച് ചോദ്യങ്ങൾ ജനറൽ ബോഡിയിൽ ഉന്നയിക്കുന്നു. അവർ ചോദിച്ചത് വേറൊന്നുമല്ല, വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി പറയുക. അതിന് ഉത്തരമില്ലാതെയാണ് വളരെ ബോൾഡായിട്ടുള്ള, വളരെ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ വച്ചു പുലർത്തുന്ന, തായ്ലാൻഡിൽ ജനറൽ ബോഡി ചേരുമെന്ന് പ്രഖ്യാപിക്കുന്ന നടി ശ്വേതാ മേനോൻ ബബ്ബബ ബബ്ബബ എന്ന് അടിച്ചത്. എന്നിട്ട് ഉത്തരമില്ലാതെ വരുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പോലെ ഈ അമ്മ ചാടി രാജിവെക്കുകയും ചെയ്തു. താനും തൻ്റെ ഭരണസമിതിയും ഇതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് MLA രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. ഇതിനിടയിൽ ഈ ശ്വേതാ മേനോൻ അമ്മ എന്ന താരസംഘടനയിൽ നിന്ന് പൂർണ്ണമായും രാജിവെച്ച് ഒഴിയുന്നു. ഒപ്പം തൊട്ടു പിന്നാലെ ലക്ഷ്മിപ്രിയ എന്ന നടിയും രാജിവെക്കുന്നു. ലക്ഷ്മിപ്രിയ എന്ന നടിയുടെ രാജി പറയുമ്പോൾ കുറച്ച് കയറ്റി കടന്ന് പറയേണ്ടി വരും. അവർ പ്രഖ്യാപിക്കുന്നത്, അവർ മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകളെങ്ങും അങ്ങോട്ട് തൻ്റെ ശവം കാണാൻ പോലും വന്നുകൂടാ എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനം. അതിനൊരു പേരെടുത്ത് പറയുന്നുണ്ട്. ഉഷ ആലപ്പുഴ, കാലടി ഓമന, പൊന്നമ്മ ബാബു. കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ. ഇവരെ ജീവിച്ചിരിക്കുമ്പോൾ താൻ മരിക്കുകയാണെങ്കിൽ ഇവരെ ആരെയും എൻ്റെ ബോഡി കാണാൻ അനുവദിക്കരുത്. മറ്റ് ചില സുഹൃത്തുക്കളുണ്ട്, അവർക്ക് വേണമെങ്കിൽ എൻ്റെ ബോഡി വന്ന് കാണാമെന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയയുടെ വിലാപം. കഷ്ടം തന്നെ, പരമ കഷ്ടമായിപ്പോയി ലക്ഷ്മിപ്രിയയുടെയൊക്കെ രാജി. ശ്വേതാ മേനോൻ്റെ രാജിയും വളരെ കഷ്ടമായിപ്പോയി. ശ്വേതാ മേനോന് വേണ്ടി മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വാതൂരാതെ വാദിച്ചു എന്നൊക്കെയാണ് അങ്ങാടിയിൽ പാട്ടായിരിക്കുന്നത്. പരിചയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത്. ഏകദേശം ഒരു വർഷമാകാറായി ഇവരുടെ ഭരണസമിതി വന്നിട്ട്. 10 മാസമായി, ഇപ്പോഴും പരിചയക്കുറവാണ്. എന്തൊരു നിലവിളിയായിരുന്നു. അങ്ങനെ സ്ത്രീപക്ഷ ചിന്ത ഉൾപ്പെടെ സ്ത്രീപക്ഷവാദം ഒക്കെ നിലനിൽക്കണമെന്ന് പറഞ്ഞാണ് അമ്മയുടെ സാരഥ്യം സ്ത്രീകൾക്ക് നൽകിയത്. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനു മുമ്പുണ്ടായ നടിക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇതൊക്കെ കണക്കിലെടുത്ത് സ്ത്രീകൾ അമ്മയുടെ താരസംഘടനയുടെ ഔദ്യോഗിക ചുമതലകളിലെത്തുമ്പോൾ സ്ത്രീകൾക്ക് കുറെ കൂടെ സുരക്ഷിതത്വവും അതുപോലെ സ്വാതന്ത്ര്യവും അതുപോലെ തുല്യവേതനവും ഒക്കെ ലഭിക്കുമെന്നാണ് പല നടിമാരും ഒക്കെ തന്നെ കരുതിയിരുന്നത്. സിനിമാ മേഖല ഒന്നാകെ അങ്ങനെ കരുതുകയും ചെയ്തു. എന്നാൽ അമ്മാതിരി ഒന്നും സംഭവിച്ചില്ല. പകരം എന്താണ്, വിഴുപ്പലക്കുകൾ മാത്രം. ആ താരസംഘടനയിൽപ്പെട്ട ഒരു മുതിർന്ന നടനുമായി ഞാൻ ഈ അടുത്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇവർക്ക് ഈ സാരഥ്യം കൊടുത്തതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അവരത് പൂർത്തീകരിക്കുമെന്ന് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷെ ഇപ്പോഴെന്താണ്, നാത്തൂൻ പോര്, അങ്ങാടിയിൽ തല്ല്, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം, പുത്തനച്ചി പുറം തൂക്കും എന്ന് പറയുന്ന കുറേ ശൈലികളിലൂടെയൊക്കെയാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ ബോഡിയിൽ ഈ സംഭവം അടിച്ച് പിരിയും എന്നതിന് യാതൊരു തർക്കവുമില്ല. 2-3 ദിവസം മുമ്പാണ് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചത്. അത് തന്നെ നടക്കുകയും ചെയ്തു. ഇതെന്താണ് ഇത്രയും വലിയ ഗ്ലാമറുള്ള സംഘടന, വലിയ പണക്കാർ, കേരളത്തിലെ അറിയപ്പെടുന്ന പണക്കാരൊക്കെയാണ് ഈ നടന്മാരൊക്കെ, അവരൊക്കെ അംഗങ്ങളായ സംഘടന, അവർ തമ്മിലടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഇവർ ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ കാലയളവിൽ ഈ ശ്വേതാ മേനോന്റെ ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് അൻസിബയുടെ അമർഷത്തിനും മാലാ പാർവതിയുടെ പ്രഖ്യാപനങ്ങൾക്കുമൊക്കെ അടിസ്ഥാന കാരണങ്ങളായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അടുത്ത ദിവസങ്ങളിൽ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ VD സതീശൻ പ്രഖ്യാപിച്ച ബജറ്റിൽ സിനിമയെ വ്യവസായമാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ നടന്മാരും നടിമാരും ഒക്കെ വലിയ ആർത്തുല്ലസിച്ചു. അപ്പോഴും അവർക്ക് ഈ സ്ത്രീപക്ഷ സ്നേഹമൊന്നും ആർത്തുല്ലസിക്കൽ കണ്ടില്ല. കാരണം സർക്കാരിൻ്റെ ബജറ്റിൽ ഈ ഹേമ കമ്മിറ്റിയോ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചോ അങ്ങനെ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. സ്വാഭാവികമായും നമുക്ക് ഇങ്ങനെ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാം. സിനിമാക്കാരുടെ സംഘടന ആഡംബര പ്രിയം ഉൾക്കൊള്ളുന്നവരായിരിക്കണം, ആഡംബരമായിരിക്കണം അവരുടെ ജീവിത ലക്ഷ്യം, ആഡംബരത്തോടുകൂടി കഴിയണം, സർവമാന ആഡംബരവും സിനിമാ നടീനടന്മാർക്കും താരസംഘടനയിലെ ആളുകൾക്ക് ലഭിക്കണം എന്നതായിരുന്നു ശ്വേതാ മേനോൻ ഭരണസമിതിയുടെ അജണ്ട. അതുകൊണ്ടാണല്ലോ ആൻസിബ ചോദിച്ചപ്പോൾ തായ്ലാൻഡിൽ നമുക്ക് ജനറൽ ബോഡി വിളിക്കും, അടുത്ത ജനറൽ ബോഡി തായ്ലാൻഡിലായിരിക്കും എന്നൊക്കെ വീരസ്യം മുഴക്കാൻ ശ്വേതാ മേനോൻ എന്ന
മലയാള നടിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ പരമ പുച്ഛം തോന്നുകയാണ്.